ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. എങ്ങനെയുള്ള കുരുമുളക് വള്ളിയാണ് നമുക്ക് നടാൻ ഉപകരിക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള വള്ളി സെലക്ട് ചെയ്യണമെന്നാണ് ഞാനിവിടെ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ശരിക്കുള്ള കുരുമുളക് വള്ളിയുടെ നടാൻ ഉപയോഗിക്കുന്ന വള്ളി. ഇത് കേറുതല അല്ലെങ്കിൽ ചെന്തല എന്ന് പറയും. ഉണ്ടല്ലോ, ഈ വള്ളി നമുക്ക് മുറിച്ച് കൂടയിലിടുകയോ നേരിട്ട് നടുകയോ ചെയ്യാം. ശരിക്കും നടാൻ പറ്റിയ മാസം ഇതല്ല, ഫെബ്രുവരി മാസത്തിലാണ് ശരിക്ക് കൂടയിലിടേണ്ടത്. എന്നാൽ എടുക്കാൻ പറ്റാത്ത വള്ളിയുണ്ട്, അത് കാണിച്ചു തരാം. ഇതാണത്. ഇതിന് ഞാലി എന്നാണ് പറയുക. കണ്ടല്ലോ, വള്ളി കാഴ്ചയിലൊക്കെ ഒരേപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് കുരുമുളക് കായ്ച്ച് കണ്ണി കുത്തിയതിന് ശേഷം അതിൽ നിന്ന് വന്ന തലയാണ്. ഈ തല നമ്മൾ എടുത്ത് നട്ടാൽ ഇതിൽ മുളക് പിടിക്കില്ല, കാര്യമായിട്ട് മുളക് ഉണ്ടാവില്ല. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള വള്ളി ശ്രദ്ധിക്കണം. നഴ്സറിക്കാർ സാധാരണഗതിയിൽ അവർ വള്ളി ചിലപ്പോൾ തൂക്കത്തിനായിരിക്കും എടുക്കുക. അങ്ങനെ എടുത്താൽ ഇതുപോലുള്ള വള്ളികൾ പെടും. ഇങ്ങനെയുള്ള വള്ളി പെട്ടാൽ ഒരിക്കലും നമുക്ക് നല്ല വിളവ് തരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം, നല്ല വള്ളിയുള്ള അല്ലെങ്കിൽ നല്ല തരത്തിൽ നഴ്സറി നടത്തുന്ന ആളുകളടുത്ത് മാത്രം കുരുമുളക് വള്ളി എടുക്കുക. അവർ കൂടെ നടക്കുന്ന സമയത്ത് ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വള്ളികളാണ് കൃഷിക്ക് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഉള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുരുമുളക് വള്ളി, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഞാലി എന്ന് പറയുന്ന വള്ളിയിൽ നിന്ന് മുറിച്ച് അവർ കൂടിയിട്ടാണ്. കണ്ടോ, ഇത് കാണിക്കാൻ വേണ്ടി നിർത്തിയാണ്. കണ്ടല്ലോ, ഇത് കണ്ണി കുത്തും കാര്യമായിട്ട് മുളകുണ്ടാകും. 2 വർഷം പ്രായമായ കരിമുണ്ട കൊടിയാണിത്. എന്നാൽ അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഇട്ട മറ്റൊരു വള്ളിയുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. കണ്ടല്ലോ, ഇത് നല്ല വള്ളിയാണ്. പക്ഷേ ഞാലി വള്ളിയിൽ നിന്നിട്ടിരിക്കുന്ന ആ തലയുടെ മുളകിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചത്. അത് 2 കരിമുണ്ടയാണ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടിയാണത്. പക്ഷേ അതിൻ്റെ അവസ്ഥ ഇതാണ്. ഉണ്ടല്ലോ, ഇതിങ്ങനെ തന്നെ കയറുമ്പോൾ വേറെ വള്ളിയും കാണിച്ചു തരാം. ഇതും അത് തന്നെയാണ്, ഈ വള്ളിയും അത് തന്നെയാണ്. ഉണ്ടോ, 2 വർഷമായി, പക്ഷേ വള്ളി കായ്ക്കില്ല. വള്ളി ഇങ്ങനെ കായ്ക്കും. ഇത് ഈ ഞാലി എന്ന് പറയുന്ന വള്ളിയാണ്. എന്നാൽ വള്ളി കുഴപ്പമൊന്നുമില്ല, 2 വർഷം കൊണ്ട് വള്ളിയെ കയറിയിട്ടുണ്ട്, കണ്ണി കുത്തിയിട്ടുണ്ട്, പക്ഷേ കായ്ക്കില്ല. കായ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ചൊക്കെ ഉണ്ടാവും. ആ കായ്ച്ചിട്ടുണ്ട്, വളരെ കുറവാണ്. ഉണ്ടല്ലോ, വളരെ കുറഞ്ഞ കായ പിടിക്കുന്നു. അപ്പോൾ വള്ളി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാലി എന്ന് പറയുന്ന ആ ഭാഗത്തിൽപ്പെട്ട കുരുമുളക് വള്ളി എടുക്കരുത്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, നഴ്സറിക്കാരോട് ചോദിക്കാനേ പറ്റൂ, നമുക്കൊന്നും മനസ്സിലാവില്ല. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. എങ്ങനെയുള്ള കുരുമുളക് വള്ളിയാണ് നമുക്ക് നടാൻ ഉപകരിക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള വള്ളി സെലക്ട് ചെയ്യണമെന്നാണ് ഞാനിവിടെ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം.